ഹലോ എവരി വൺ. ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 വിക്ടേഴ്സിൻ്റെ ജുവോളജിയുടെ 3ാമത്തെ ക്ലാസ്സിൻ്റെ അസൈൻമെൻറ്റ് ആൻസേഴ്സ് ആണ്. അസൈൻമെൻറ്റ് ഇതാണ്: പ്രിപ്പയർ ദ ഹെറാർക്കിയൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ടാക്സോണമിക് കാറ്റഗറീസ് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസംസ് ഇൻ അസെൻഡിങ് ഓർഡർ. തന്നിരിക്കുന്ന ഓർഗാനിസത്തിൻ്റെ ടാക്സോണമിക് കാറ്റഗറീസിനെ ബേസ് ചെയ്ത് അതിലെ ഒരു ഹെറാർക്കിയൽ അറേഞ്ച്മെൻറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓർഗാനിസംസ് ഇതാണ്: നമ്പർ 1 ക്യാറ്റ്, നമ്പർ 2 ഡോഗ്, നമ്പർ 3 ലയൺ, നമ്പർ 4 ഹൗസ് ഫ്ലൈ. അതിനു മുമ്പ് എങ്ങനെയാണ് ടാക്സോണമിക് ഹെറാർക്കി റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്, അതിനകത്ത് ഏതൊക്കെ ലെവലിലാണ് ഓരോ ടാക്സൺ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ആദ്യം സ്പീഷീസ്, കുറച്ച് റിലേറ്റഡ് സ്പീഷീസ് കൂടിച്ചേർന്ന് ജീനസ്, കുറച്ച് റിലേറ്റഡ് ജീനസ് കൂടിച്ചേർന്ന് ഫാമിലി, കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലി വരുമ്പോൾ ഓർഡർ ആകും, കുറേ റിലേറ്റഡ് ഓർഡർ ചേരുമ്പോൾ ക്ലാസ് ആകും, കുറച്ച് റിലേറ്റഡ് ക്ലാസ് ചേരുമ്പോൾ ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ. ഫൈലം ആനിമൽസിന് പറയുന്നതാണ്, ഡിവിഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിന് പറയുന്നതാണ്. ഫൈലങ്ങൾ കൂടിച്ചേർന്ന് കിങ്ഡം ആകും, കിങ്ഡം അനിമേലിയ അല്ലെങ്കിൽ കിങ്ഡം പ്ലാന്റ് ആകും. ഇനി നമുക്ക് തന്നിരുന്ന ഓരോ ഓർഗാനിസത്തിനെയും എങ്ങനെയാണ് ഹെറാർക്കിയൽ അറേഞ്ച്മെൻറ്റിൻ്റെ ഫോമിൽ എഴുതുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ക്യാറ്റ് ആയിരുന്നു നമ്പർ 1. അതിൻ്റെ സ്പീഷീസ് എന്ന് പറയുന്നത് ഫെലിസ് കാറ്റസ് ആണ്, ജീനസ് എന്ന് പറയുന്നത് ഫെലിസ് ആണ്, ഫാമിലി എന്ന് പറയുന്നത് ഫെലീഡേ, ഓർഡർ കാർണിവോറ, ക്ലാസ് മമേലിയ, ഫൈലം കോർഡേറ്റ, കിങ്ഡം ആനിമേലിയ. ഇങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഇനി നമുക്ക് രണ്ടാമതായിട്ടുള്ള ഡോഗ് നോക്കാം. ഡോഗിൽ ആദ്യം വരുന്നത് ഡോഗിൻ്റെ സയൻറ്റിഫിക് നെയിമായിട്ടുള്ള കാനിസ് ലൂപ്പസ് ഫെമിലിയാരിസ്. അതാണ് ഡോഗിൻ്റെ സ്പീഷീസ്. ജീനസ് എന്ന് പറയുന്നത് കാനിസ് ആണ്, ഫാമിലി എന്ന് പറയുന്നത് കെനീഡേ, ഓർഡർ എന്ന് പറയുന്നത് കാർണിവോറ, ക്ലാസ് എന്ന് പറയുന്നത് മെമേലിയ, ഫൈലം എന്ന് പറയുന്നത് കോർഡേറ്റ ആൻഡ് കിങ്ഡം എന്ന് പറയുന്നത് ആനിമേലിയ. അടുത്തത് ലയണിൻ്റെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ലയണിൻ്റെ സയൻറ്റിഫിക് നെയിമായിട്ടുള്ള പാന്തറ ലിയോ ആണ് അതിൻ്റെ സ്പീഷീസ്. ജീനസ് എന്ന് പറയുന്നത് പാന്തറ, ഫാമിലി എന്ന് പറയുന്നത് ഫെലീഡേ, ഓർഡർ എന്ന് പറയുന്നത് കാർണിവോറ, ക്ലാസ് എന്ന് പറയുന്നത് മമേലിയ, ഫൈലം എന്ന് പറയുന്നത് കോർഡേറ്റ, കിങ്ഡം എന്ന് പറയുന്നത് കിങ്ഡം ആനിമേലിയ. ഇവിടെ ഫെലീഡേ എന്ന് മുതലുള്ള മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ലയണിൻ്റെയും ക്യാറ്റിൻ്റെയും ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം ഒക്കെ ഒരേതാണെന്ന്. ഇനി നമുക്ക് ലാസ്റ്റ് ഓർഗാനിസമായിട്ടുള്ള ഹൗസ് ഫ്ലൈ നോക്കാം. ഹൗസ് ഫ്ലൈയുടെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് മസ്ക ഡൊമസ്റ്റിക്ക എന്നാണ്. അതിൻ്റെ ജീനസ് മസ്ക, ഫാമിലി മുസീഡേ, ഓർഡർ ഡിപ്റ്റെറ, ക്ലാസ് ഇൻസെക്റ്റ, ഫൈലം ആർത്രോപോഡ, കിങ്ഡം അനിമേലിയ. ഇത് 3 എഴുതിയപ്പോൾ അതിൻ്റെയൊക്കെ ഫൈലം എന്ന് പറയുന്നത് കോർഡേറ്റയാണ് വന്നത്. കോർഡേറ്റ എന്ന് പറഞ്ഞാൽ നട്ടിലുള്ള ഓർഗാനിസംസ്, അതിനെയാണ് കോർഡേറ്റ എന്ന ഫൈലത്തിൽ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഹൗസ് ഫ്ലൈ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസമാണ്, ഇൻസെക്റ്റ് ആണ്. അതുകൊണ്ട് അതിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫൈലം ആർത്രോപോഡയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും ഇവർ 4 പേരും അനിമേലിയ എന്ന കിങ്ഡത്തിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.